ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ SJ Easy കുക്കിംഗ്. എല്ലാവർക്കും SJ Easy കുക്കിങ്ങിൻ്റെ ഹാപ്പി ദിവാലി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദിവാലി സ്പെഷ്യൽ സ്വീറ്റ് ലഡു ആണ്. നമുക്ക് പെട്ടെന്ന് ഹോം മെയ്ഡ് സ്വീറ്റ് ലഡു ഉണ്ടാക്കിയെടുക്കാം. ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് കടലമാവാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഓറഞ്ച് ലഡുവാണ്. അതുകൊണ്ട് തന്നെ മാവിൻ്റെ കൂടെ ഒരു പിഞ്ച് ഓറഞ്ച് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് മാവ് ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ചെറിയ ഓൾസോടുകൂടിയ ഒരു ചെറിയ പാത്രമാണ്. ഓയിൽ ചൂടായതിന് ശേഷം മാവ് കുറച്ചായി ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയതിനു ശേഷം കോരി മാറ്റി വെക്കാം. ലഡുവിന് ആവശ്യമായ ബൂന്തി ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ലായനിലേക്ക് ഒരു പിഞ്ച് കളർ കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ലായനി തിളച്ച് കുറുകുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലഡുവിന് വേണ്ട മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായി ഒരു കാഷ്യൂനട്ട് കൂടി വെച്ച് കൊടുക്കാം. എല്ലാ ലഡു റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പേപ്പർ കപ്പിലേക്ക് മാറ്റാം. ദിവാലി സ്പെഷ്യൽ സ്വീറ്റ് ലഡു ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കരുതേ.